നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചു വളർന്ന മന്ദിരമാണിത്. 84 തൂണുകൾ. ഈ തൂണുകളിൽ ഓരോന്നും ഭഗവാൻ തേച്ച വെണ്ണയുടെ മണം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. 5000 വർഷത്തിലധികമായി. എന്നാൽ ഈ 84 തൂണുകൾ നമ്മൾ എണ്ണിയാൽ ഒരിക്കലും 84 എണ്ണം കൃത്യമായി എണ്ണിയെടുക്കാൻ സാധിക്കുകയില്ല. എണ്ണുമ്പോൾ എപ്പോഴും തെറ്റിപ്പോകും എന്നാണ് പറയുന്നത്. ഭഗവാൻ ഓടിക്കളിച്ച സ്ഥലമാണ്. ഭഗവാനെ കാണാൻ ഇവിടെ വന്നിട്ട് ശിവഭഗവാനെ കണ്ടാൽ എൻ്റെ ഉണ്ണി പേടിച്ചു പോകുമെന്ന് കരുതി യശോദാദേവി കാണിച്ചില്ലത്രേ. 3 ദിവസം ഇവിടെ തന്നെ നിന്ന് ഭഗവാനെ കാണാൻ നിന്ന് ദൂരെ നിന്ന് കാട്ടിക്കൊടുത്തു. ഭഗവാനെ കണ്ടാൽ ശിവൻ്റെ രൂപം കണ്ടാൽ എൻ്റെ കുഞ്ഞ് പേടിക്കുമെന്ന് കരുതി കാട്ടിക്കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ ഓടിക്കളിച്ച് നടന്ന് പിടിച്ച് ഇതായ തൂണുകളൊക്കെയാണിത്. ഭഗവാന്റെ സാന്നിധ്യം നമുക്കിപ്പോഴും ഇവിടെ അറിയാൻ സാധിക്കും. അവിടുത്തെ പൂജയ്ക്കും മറ്റുമായിട്ട് ആൾക്കാർ പൈസ ചോദിച്ചു കൊണ്ടിരിക്കും. എങ്കിലും അവർക്കും ജീവിക്കേണ്ട അവരുടെ ആവശ്യത്തിനായിട്ടായിരിക്കാം ഇപ്രകാരം ചോദിക്കുന്നത് എന്ന് കരുതി സമാധാനിക്കാം. മുന്നിൽ തന്നെ യശോദാമ്മ ഭഗവാനെ ഉരുളിൽ കെട്ടിയ സ്ഥലവുമുണ്ട്. എല്ലാ സ്ഥലവും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഭഗവാന്റെ തന്നെ എന്താണ് പറയേണ്ടത്, പറയുവാൻ വാക്കുകളില്ല. ചൗരാസി മന്ദിർ, ഊഖൽ മന്ദിർ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഹിന്ദിയിലും സംസ്കൃതത്തിലുമുള്ള വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നു. കുറേ ഗൈഡുകളുണ്ട്. പൂജ ചെയ്യാൻ നിർബന്ധിച്ച് പൈസ വാങ്ങുന്നവരുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും 5000 വർഷം മുന്നേ ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ മണ്ണാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭക്തജനപ്രവാഹം ഈ ഉരുളിലാണ് ഭഗവാനെ കെട്ടിയതത്രേ. വേറെ സ്ഥലത്ത് മണ്ണിനെ കൊണ്ടുള്ള കരിങ്കല്ലിലുള്ള ഉരുളും കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഈ ഉരുളിലാണ് കെട്ടിയത് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും നന്മ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാലത്ത് ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഓം തത്സത്.